നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പ്രവാസി ഉണ്ടാക്കിയ പൊല്ലാപ്പ് ഇപ്പോൾ അനുഭവിക്കുന്നത് കാസർഗോഡ് തന്നെയാണ്. അതീവ ഗുരുതരാവസ്ഥയാണ് ഇപ്പോൾ കാസർഗോഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതികൾ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. കാരണം മറ്റാരുമല്ല, ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്ന പ്രവാസി മലയാളി നാട് കാണാൻ ഇറങ്ങിയത് തന്നെ. ഇതേ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ 6 പേർക്കാണ് COVID-19 രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ രോഗബാധിതനായ ഒരാൾ നിരുത്തരവാദപരമായി പെരുമാറിയെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു. കാസർഗോട്ടെ രോഗബാധിതരിൽ 2 പേർ രോഗിയുടെ ബന്ധുക്കളുമാണ്. അങ്ങനെ വിദേശത്തു നിന്ന് വന്ന കാസർഗോഡ് സ്വദേശി വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയണമെന്ന നിർദ്ദേശം പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അങ്ങനെ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് എത്തുന്നവർ കർശന നിയന്ത്രണങ്ങളിൽ ഏർപ്പെടണമെന്ന കർശന നിർദ്ദേശവും ഇതിനോടൊപ്പം തന്നെ സർക്കാർ വെളിപ്പെടുത്തുകയുണ്ടായി. കരിപ്പൂരിൽ വിമാനത്തിലിറങ്ങിയ കാസർഗോഡ് സ്വദേശി അന്ന് അവിടെ താമസിച്ച് പിന്നെ പിറ്റേന്ന് കോഴിക്കോട് പോയി. ശേഷം അവിടെ നിന്ന് ട്രെയിനിൽ നാട്ടിലേക്ക് പോയി. നാട്ടിലെ ഫുട്ബോൾ മത്സരമടക്കം എല്ലാ പൊതുപരിപാടികളും വീട്ടിലെ സ്വകാര്യ ചടങ്ങിൽ ഉൾപ്പെടെ ഇയാൾ പങ്കെടുക്കുകയും ചെയ്തു. ആവർത്തിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടും ഇതുപോലെ ചിലർ അതിന് സന്നദ്ധരാകുന്നില്ല എന്നത് ഇപ്പോൾ ഒരു ജില്ലയാകെ ഞെട്ടലിലാഴ്ത്തിയിരിക്കുകയാണ്. ഇത് സ്ഥിതിഗതികൾ ഗൗരവതരമാക്കുമെന്നും മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. കാസർഗോഡ് കൂടുതൽ പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയാകെ ഒരാഴ്ചത്തേക്ക് സർക്കാർ ഓഫീസുകൾ അടയ്ക്കാൻ തീരുമാനിക്കുകയുണ്ടായി. 2 ആഴ്ചത്തേക്ക് എല്ലാ ആരാധനാലയങ്ങളും അടയ്ക്കുന്നതായിരിക്കും. കടകൾ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മാത്രം തുറന്നിരിക്കും. രോഗബാധിതനുമായി ഇടപഴകിയ 2 MLA-മാരും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ആളുകൾ നിയന്ത്രണങ്ങൾ പാലിക്കാൻ തയ്യാറാകാത്തത് വലിയ വിഷമമുണ്ടാക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ പുതിയതായി 6 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കാസർഗോഡ് കനത്ത ജാഗ്രതയാണ് പുലർത്തിപ്പോരുന്നത്. ഇതിന് കാരണമായത് ആ ഒരേ ഒരു പ്രവാസി മാത്രമാണ്. മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി മേഖലകളിലെല്ലാം കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചെക്ക് പോസ്റ്റുകളിൽ ചരക്ക് ലോറികളടക്കം കർശന പരിശോധന നടത്തിവരികയാണ്. വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ കാസർഗോഡ് കർശന നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. നിർദ്ദേശം ലംഘിക്കുന്നവർക്ക് ശക്തമായ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കാസർഗോഡ് കളക്ടർ വ്യക്തമാക്കി. 1987 പകർച്ചവ്യാധി നിയന്ത്രണ ആക്ട് പ്രകാരം ശക്തമായ നടപടികൾക്ക് ജില്ലാ പോലീസ് മേധാവിക്കും അധികാരം നൽകി. ഇന്നലെ കാസർഗോഡ് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം 25 ഉയർന്നു. സംസ്ഥാനത്ത് 31,173 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. എന്നിരുന്നാലും 2,921 സാമ്പിളുകൾ അയച്ചതിൽ സംഭവം അതീവ ഗൗരവതരമായ സ്ഥിതിയിൽ കാസർഗോഡ്, വയനാട്, പാലക്കാട്, ഇടുക്കി ജില്ലകളിൽ ചെക്ക് പോസ്റ്റുകളിൽ കർശന പരിശോധനകളാണ് നടന്നുവരുന്നത്. അങ്ങനെ ഒരു പ്രവാസി ഉണ്ടാക്കിയ പൊല്ലാപ്പിപ്പോൾ ഒരു ജില്ലയാകെ അതീവ ഗുരുതരാവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ മണ്ടത്തരങ്ങൾ ഇനി ആവർത്തിക്കരുത്. പ്രത്യേകിച്ച് ദയവ് ചെയ്ത് പ്രവാസികൾ ഓർത്തുകൊള്ളുക. നാട്ടിലേക്ക് എത്തുന്നവർ സർക്കാർ നൽകുന്ന കർശന നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുക. നമ്മെ സംരക്ഷിക്കുന്നതോടൊപ്പം നമുക്ക് ചുറ്റുമുള്ളവരെയും സംരക്ഷിക്കാം. ഇന്ന് അകലം പാലിച്ചാൽ നാളെ ചേർന്നിരിക്കാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.